പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ അടുത്തെത്തിയെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ തന്ന കുറച്ച് സോഴ്സുകൾ നോക്കിയപ്പോൾ ഫിനാൻസ് ഇൻ ഡെന്റിസ്ട്രി എന്ന വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശയം കണ്ടു. അതെ 90th പെർസെന്റൈൽ. അതെ 90th പെർസെന്റൈൽ. അതെ, ഇത് ഒരു 3 അല്ലെങ്കിൽ 5 മാർക്ക് ചോദ്യമായി വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ ആശയം വളരെ ലളിതമായി ഒന്ന് വിശദീകരിക്കാം. ഇത് സാധാരണയായി ഡെൽറ്റ ഡെന്റൽ പ്ലാനുകൾ പോലെയുള്ള ഒരു തേർഡ് പാർട്ടി പ്രീപേയ്മെന്റ് പ്ലാനുകളിലാണ് നമ്മൾ കൂടുതലായി കാണുന്നത്. ശരി. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഈ പെർസെന്റൈൽ എന്ന് പറഞ്ഞാൽ? കണക്കിലെ ഒരു വാക്കാണല്ലോ ഇത്. അതെ, വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു കൂട്ടം ഡേറ്റയെ, അതിപ്പോ എന്തുമാകാം, ആളുകളുടെ മാർക്ക് അല്ലെങ്കിൽ ഉയരം, അതിനെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു രീതിയാണ് പെർസെന്റൈൽ. ഓക്കേ. അപ്പോ 90th പെർസെന്റൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ കൂട്ടത്തിലെ 90% ഡേറ്റയും ആ ഒരു പ്രത്യേക മൂല്യത്തിന് താഴെയാണ് എന്നാണ്. ശരി ശരി. അപ്പോൾ ഈ ആശയം ഡെന്റൽ ഇൻഷുറൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ നോക്കൂ, ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരുപാട് ഡോക്ടർമാർ അതിലെ അംഗങ്ങളായിരിക്കും. ശരി. കമ്പനി ആദ്യം ചെയ്യുന്നത് ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡോക്ടർമാരിൽ നിന്നും ഓരോ ചികിത്സയ്ക്കുമുള്ള ഫീസ് എത്രയാണെന്ന് ചോദിച്ചു വാങ്ങും. സ്വാഭാവികമായും ഓരോ ഡോക്ടർക്കും ഓരോ ഫീസായിരിക്കും. നിങ്ങളുടെ സോഴ്സിൽ തന്നെ ഒരു നല്ല ഉദാഹരണമുണ്ട്. നമുക്കത് വെച്ച് തന്നെ സംസാരിക്കാം. ഒരു പ്രദേശത്ത് 1000 ഡെന്റിസ്റ്റുകൾ ഉണ്ടെന്ന് വെറുതെ സങ്കല്പിക്കുക. 1000 ഡെന്റിസ്റ്റുകൾ? അതെ. അവർ ചെയ്യുന്ന ഒരു ചികിത്സ ഓറൽ പ്രൊഫൈലാക്സിസ്, അതായത് നമ്മൾ സാധാരണ പല്ല് ക്ലീൻ ചെയ്യുന്ന ചികിത്സ. ഇതിനവർ 50 രൂപ മുതൽ 90 രൂപ വരെ പല പല ഫീസുകളാണ് ഈടാക്കുന്നത്. അതെ. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ ഈ 1000 ഫീസുകളും കിട്ടി. അവരെന്ത് ചെയ്യുന്നറിയോ? ഈ ഫീസുകളെല്ലാം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കിങ്ങനെ ഒരു ഓർഡറിലാക്കും. അതെ, അസെൻഡിങ് ഓർഡറിൽ. എന്നിട്ടവർ നോക്കും ഇതിൽ 90% ഡെന്റിസ്റ്റുകൾ ഈടാക്കുന്ന ഫീസ് ഏതാണെന്ന്. അതായത് 1000 പേരുണ്ടെങ്കിൽ കൃത്യം 900ാമത്തെ ആളുടെ ഫീസ് എത്രയാണെന്ന് നോക്കും. ഈ ഉദാഹരണത്തിൽ അത് 78 രൂപയാണ്. അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തെ 900 ഡെന്റിസ്റ്റുകളും, അതായത് 90% പേരും 78 രൂപയോ അതിൽ കുറവോ ആണ് ഓറൽ പ്രൊഫൈലാക്സിസിന് ഈടാക്കുന്നത്. ഇതാണ് 90th പെർസെന്റൈൽ ഫീ. ശരി. അപ്പോ ഈ 78 രൂപയാണ് ഇവിടുത്തെ ഒരു മാജിക് നമ്പർ. ഇനി പണം കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതാണല്ലോ പ്രധാനം. അതെ, അവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള കളി. ഇപ്പോ 3 സാഹചര്യങ്ങളുണ്ടാവാം. ഒന്ന്, ഒരു ഡെന്റിസ്റ്റ് 75 രൂപയാണ് ഈടാക്കുന്നതെന്ന് വെക്കാം. ഓക്കെ, അത് 78-ലെ കുറവാണ്. ഒരു പ്രശ്നവുമില്ല. ഇനി ഡോക്ടർ ഈടാക്കുന്നത് കൃത്യം 78 രൂപയാണെങ്കിലോ? അപ്പോഴും മുഴുവൻ കിട്ടണം അല്ലേ? അതെ, അപ്പോഴും മുഴുവൻ തുകയും കിട്ടും. പക്ഷേ ഒരു ഡോക്ടർ 85 രൂപയാണ് ഈടാക്കുന്നതെങ്കിലോ? അതാണ് ചോദ്യം. ആ 90th പെർസെന്റേജിന് മുകളിൽ പോയി. അതെ, ആ ഡോക്ടറുടെ ഫീസ് 85 രൂപയാണെങ്കിലും ഇൻഷുറൻസ് കമ്പനി ഈ നിശ്ചയിച്ച പരിധിയായ 78 രൂപ മാത്രമേ നൽകുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 7 രൂപയുടെ കാര്യമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെറ്റ്വർക്കിലുള്ള ഒരു ഡോക്ടർക്ക് ആ ബാക്കി വരുന്ന 7 രൂപ രോഗിയുടെ കയ്യിൽ നിന്നും ഈടാക്കാൻ അനുവാദമില്ല. ആ തുക ഒരു തരത്തിൽ ഡോക്ടർക്ക് നഷ്ടമാണ്. ഓ, അപ്പൊ ഇത് ശരിക്കും ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കോസ്റ്റ് കൺട്രോൾ തന്ത്രമാണല്ലേ? അതായത് ഭൂരിഭാഗം വരുന്ന 90% ഡോക്ടർമാർക്കും അവരുടെ യഥാർത്ഥ ഫീസ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു, നെറ്റ്വർക്കിൽ നിർത്തുന്നു. അതേസമയം ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന ആ 10% പേരുടെ ഫീസിന് ഒരു പരിധി വെച്ച് അവരുടെ ചെലവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ ലക്ഷ്യം. കോസ്റ്റ് കൺട്രോളാണ്. ഭൂരിഭാഗം പേർക്കും ന്യായമായ പണം കൊടുക്കുക, അമിതമായ ഫീസ് ഈടാക്കുന്നവരെ നിയന്ത്രിക്കുക. ഇത് രണ്ടും ഇതിലൂടെ സാധിക്കുന്നു. പിന്നെ ഈ നെറ്റ്വർക്കിൽ ചേരാത്ത ഡോക്ടർമാരുണ്ടാവുമല്ലോ, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഡോക്ടർമാർ. അവരുടെ കാര്യം എന്താണ്? സാധാരണയായി നെറ്റ്വർക്കിൽ ഇല്ലാത്തവർക്ക് ഇതിനും കുറഞ്ഞ നിരക്കിലാണ് പണം കൊടുക്കാറ്. ഒരു 58% നിരക്കിലൊക്കെയാവും കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഡോക്ടർമാർ നെറ്റ്വർക്കിൽ ചേരാൻ ശ്രമിക്കും. അതൊരു തന്ത്രമാണ്. അപ്പോ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ 90th പെർസെന്റൈൽ എന്നത് ഡെന്റൽ ഇൻഷുറൻസ് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു റീഇംബേഴ്സ്മെന്റ് രീതിയാണ്. അതെ, ഒരു പ്രദേശത്തെ 90% ഡെന്റിസ്റ്റുകൾ ഈടാക്കുന്ന ഫീസിനു മുകളിൽ പണം നൽകാതിരിക്കാനുള്ള ഒരു മാർഗം. ഇതിന്റെ പ്രധാന ഉദ്ദേശ്യം കോസ്റ്റ് കൺട്രോളും അതേസമയം ഭൂരിഭാഗം ഡോക്ടർമാർക്കും ന്യായമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നതുമാണ്. ശരിയാണ്.
ആ 2 പോയിന്റും വളരെ പ്രധാനമാണ്. ന്യായമായ പ്രതിഫലവും ചെലവ് നിയന്ത്രണവും. തീർച്ചയായും. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം തരാം. ഈ സംവിധാനം ഒരു ഡെന്റിസ്റ്റ് സ്വന്തം ഫീസ് നിശ്ചയിക്കുന്നതിനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? നല്ല ചോദ്യമാണ്. ഇത് കാലക്രമേണ ഒരു പ്രദേശത്തെ ഫീസുകളെല്ലാം ഏതാണ്ട് ഒരേ നിലവാരത്തിലേക്ക് കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ഉയർന്ന ജീവിതച്ചെലവുള്ള നഗരങ്ങളിലെ പുതിയ ക്ലിനിക്കുകൾക്ക് ഇതൊരു വെല്ലുവിളിയായി മാറുമോ? ചിന്തിച്ചു നോക്കുക. അടുത്ത തവണ കാണാം. നന്ദി.